ബ്ലാക്ക് ലൈനിങ് നമ്മൾ ഓൾറെഡി രണ്ടാമത് ചെയ്യിച്ചതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റിൽ ചോദിച്ചിട്ടുള്ളത് ഇതെങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സൺറൂഫ് പനോരമിക് സൺറൂഫ് ആക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ വണ്ടിയുടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക്നോ റിവ്യൂസ്. അപ്പോൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോണ്ടസിറ്റിയുടെ സൺറൂഫ് നമ്മൾ പനോരമിക് സൺറൂഫ് ആക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും കാണിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ പഴയ വീഡിയോയിൽ ചില കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് പോലെ തന്നെ RS വേർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കൺവേർഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത്, എവിടെ നിന്നാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ചെയ്തതെന്നും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ വിൻഡോ ഗാർണിഷ്, ഇത് ഞാൻ വെറും 250 രൂപയ്ക്കാണ് ഈ ഒരു ക്രോം ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ക്രോം ഗാർണിഷും അതിനും വളരെ കുറഞ്ഞ 200 രൂപ എന്ന ചിലവിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ശരിക്കും 2000-ന് മുകളിലാണ് നമ്മൾക്ക് ശരിക്കുള്ള ഗാർണിഷിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ വീഡിയോയുടെ മോഡിഫിക്കേഷൻ പാർട്ട് 3 ആണ് ഇത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, മേളിൽ ഐ ബട്ടൺ കൊടുക്കാം. മറക്കാതെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് എന്നെപ്പോലുള്ള പല വണ്ടി ഭ്രാന്തന്മാർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ വണ്ടിയിൽ കൂടുതലായിട്ട് ചെയ്യണം, അവരുടെ വണ്ടി യുണീക്ക് ആയിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അത് ചെയ്ത് വന്നാൽ ആ പരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ ഉള്ള ആ സംശയം എനിക്കും ഉണ്ടായിരുന്നു. എങ്കിലും ഞാനത് ചെയ്ത് നോക്കി വീഡിയോ ആയിട്ട് ഇടാൻ കാരണം അതുപോലെ സംശയമുള്ള ആളുകൾക്കെല്ലാം തന്നെ ഒരു റാക്ടിഫിക്കേഷനായിട്ട് വരട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ ഈ സൺറൂഫൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി ഇതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ നോക്കിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇതുവരെ എനിക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഉള്ള മോഡിഫിക്കേഷൻസും ഈ ഒരു ലുക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, നിങ്ങളുടെ വണ്ടിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ചെയ്ത് കഴിഞ്ഞാൽ എന്താവും റിസൾട്ട് എന്നുള്ളതും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും കാര്യങ്ങൾ വൃത്തികേടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റിൽ കൊടുക്കുക. കാരണം ഇതെല്ലാം ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. കൂടുതൽ വൃത്തികേടായിട്ട് തോന്നുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് പഴയതുപോലെയൊക്കെ ആക്കി എന്നിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കൂടെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും കൃത്യമായിട്ട് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് റാന്നി റോയൽ കാർ അക്സസറീസിന് മുന്നിലാണ്. റാന്നി ടൗണിൽ തന്നെ റാന്നി പാലത്തിൻ്റെ തൊട്ട് സൈഡിലുള്ള ഈ കടയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ സൺറൂഫ് പനോരമിക് സൺറൂഫ് ആക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ വണ്ടിയുടെ. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ബ്ലാക്ക് ആക്കുകയും ഇവിടെ നമ്മളൊരു എക്സ്ട്രാ സാധനമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്നും എന്താണ് ചെയ്തതെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നമ്മൾ ആദ്യം കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ പനോരമിക് സൺറൂഫിൻ്റെ കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ കാറിൻ്റെ ഹെഡ് റെസ്റ്റിൽ വെക്കാനായിട്ട് നമ്മൾ 2 ഹെഡ് റെസ്റ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ മെഴ്സിഡീസിൻ്റെ മെയ്ബാക്കിലൊക്കെ വരുന്ന ടൈപ്പ് ആ ഒരു പില്ലോയാണ്. ഇത് ഞാൻ ഇന്ത്യയിലും പലയിടത്ത് ശ്രമിച്ചു നോക്കി, പക്ഷെ എങ്ങും കിട്ടുന്നില്ലായിരുന്നു. അവസാനം ഞാൻ AliExpress എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇപ്പം ഇന്ത്യയിലോട്ട് അവർക്ക് ഷിപ്പിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്ത് UK കൊടുത്തു വിട്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുത്തിച്ചതാണ് ഈ ഒരു പില്ലോ. ഈ ഒരു പില്ലോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പക്ക സോഫ്റ്റാണ്. ലെതർ സീറ്റിനേക്കാളും ഒക്കെ ഭയങ്കര കുഷനിങ് എഫക്റ്റ് ഉള്ളതാണ് ഈ ഒരു ഇത് നമ്മുടെ ഹെഡ് റെസ്റ്റിൽ ബാക്കിൽ നേരെ ഈ ബെൽറ്റൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും നമുക്കൊന്ന് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. ശരിക്കും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പക്ക ആ വണ്ടിയുടെ ഒരു കളർ കോമ്പിനേഷനോട് നല്ലോണം ചേരുന്ന രീതിയിൽ തന്നെയാണ് ഇത് വരുന്നത്. നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ ഇതങ്ങ് അകത്തോട്ട് കയറി പോകുന്ന പോലെ കറക്റ്റ് നമ്മുടെ നെക്ക് ഇവിടെ വരും. ഇരുന്ന് പോകുന്ന സമയത്ത് നല്ല സുഖമാണ് വണ്ടിക്കകത്ത്. എന്താ ബാക്കിൽ നിന്ന് നോക്കുകയാണെന്നെങ്കിലും പ്രത്യേകിച്ചൊന്നും അറിയാനില്ല. ഇത് നമുക്ക് ഹോണ്ടയിൽ നിന്ന് തന്നെ കിട്ടിയ ആ ഒരു പില്ലോ ആണ്. അതും ഇതും കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കളർ വ്യത്യാസം ഒന്നും തന്നെ അറിയാനില്ല. നമ്മുടെ സീറ്റിൻ്റെ കളറും ഈ വെച്ചിരിക്കുന്ന പില്ലോയുടെ കളറും എല്ലാം സെയിം ആണ്. അതായത് കണ്ടില്ലേ, നല്ല മാച്ചിങ് ആയിട്ട് അവിടെ ഇരുന്നോളും. ബാക്കിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് പൊക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇടയ്ക്കൂടെ വെച്ചേക്കുന്നത്. ഇത് ശരിക്കും ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു ലോക്കും ഇങ്ങനെ മേളിൽ കൂടെ താഴോട്ടൊരു ലോക്കും കൂടെ ഉണ്ട്. ഇങ്ങനെയാണ് ഈ പില്ലോ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ബാക്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നേരെ ഈ ഒരു സൈഡിലേക്ക് ഇട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഏതായാലും അത് മാത്രമാണെങ്കിലും നിന്നോളും. വേണമെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് മേളിൽ കൂടെ ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും ഒന്ന് ടൈ ചെയ്ത് വെക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നത്തില്ല എന്ന് മാത്രമല്ല നല്ല സുഖമാണ്. ഇതിപ്പം നമ്മുടെ ഹ്യുണ്ടായി അൽക്കാസറിലും ഈ ഒരു സാധനം ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയ്ബാക്കിൻ്റെ ഒക്കെ വാങ്ങിക്കാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആണ്, നല്ല വിലയാണ് ഇതിന്. ഇവിടെ ഇന്ത്യയിലെങ്ങും കിട്ടത്തുമില്ല. അൽക്കാസറിൻ്റെ എവിടെന്നെങ്കിലും കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റിൽ ചോദിച്ചിട്ടുള്ളത് ഇതെങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാറ്റ് ബ്ലാക്കിൻ്റെ പക്ക മാറ്റ് ഫിനിഷിലുള്ള ആ ഒരു സ്റ്റിക്കർ മാത്രമാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ജസ്റ്റ് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇവിടെ ജസ്റ്റ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ സിൽവർ കളറിലുള്ള ഒരു സ്റ്റിക്കർ ഇവിടെയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത്രയും മാത്രമാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. ഇതിന് വലിയ വിലയോ റേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം 100 രൂപയ്ക്ക് അകത്ത് മാത്രമാണ് ഇത് വരുന്നത്. ഈ ഒരു ബ്ലാക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് മാറ്റ് ബ്ലാക്കിൻ്റെ ഗ്ലോസി ഫിനിഷിലുള്ള ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ RSൻ്റെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഒരു ചുമന്ന ലൈനും കൂടി ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും RSൻ്റെ ബ്ലാക്ക് കളറിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്ന പോലത്തെ ഒരു സ്റ്റിക്കറാണ് RSന് കൊടുത്തിരിക്കുന്നത്. ഇതും നമ്മൾ മാറ്റ് ബ്ലാക്കിൻ്റെ ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി നമുക്കിവിടെ പിയാനോ ബ്ലാക്കിലുള്ള ഒരു എലമെൻറ്റ് ഇവിടെ വരുന്നുണ്ട്. ആ എലമെൻറ്റിൻ്റെ ബാക്കിയായിട്ട് ഇവിടുന്ന് ഇതും കൂടെ മുട്ടിച്ച് അങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് മാറ്റ് ബ്ലാക്കിൻ്റെ പക്ക മാറ്റ് ഷെയ്ഡിലുള്ള ജസ്റ്റ് ഒരു സ്റ്റിക്കറാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ വരുന്ന ഒരു ക്രോം ഗാർണിഷ്, ഇത് നമുക്ക് കമ്പനിയിൽ നിന്ന് ഏകദേശം 2000 അല്ലെങ്കിൽ 3000 രൂപ അടുപ്പിച്ച് വരുന്ന, കമ്പനിയിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും അത്രയും വരുന്നതാണ്. ഇതിന് പകരം നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് സിൽവർ കളറിലുള്ള സ്റ്റിക്കറാണ്. നമുക്ക് ക്രോം ലുക്കിലുള്ള സ്റ്റിക്കർ നമുക്ക് പല സ്റ്റിക്കർ കടകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. അതിന് ഏകദേശം 200 രൂപ മാത്രമാണ് ഈ ഒരു സാധനം ചെയ്യുന്നതിന് എനിക്ക് വന്നിട്ടുള്ളത്. വെറുതെ അത് കട്ട് ചെയ്ത് ഒട്ടിക്കുക മാത്രമാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിനൊരു സിൽവർ ബീഡിങ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കമ്പനിയിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും നമുക്കിവിടെ ഒരു സിൽവർ ബീഡിങ് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പക്ഷേ കോവിഡ് ആയത് കാരണം ഈ സാധനം കിട്ടാനില്ല. അപ്പോൾ നമ്മൾ വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നമുക്ക് സിൽവർ കളറിലെ ആ ഒരു സ്റ്റിക്കർ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ളൊരു പരീക്ഷണം കൂടെ ചെയ്യുകയാണ്. അതായത് നമ്മൾ ഫ്രണ്ടിലൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ സ്റ്റിക്കർ തന്നെയാണ്. ശരിക്കുള്ള അന്ന് ബീഡിങ് കിട്ടാഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റിക്കറാണ് ചെയ്തത്. ഇതേ സാധനം തന്നെ നമ്മൾ സൈഡിലും കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അത് സക്സസ് ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഇതാണ് നമ്മുടെ സിൽവർ സ്റ്റിക്കർ. നേരത്തെ കണ്ട മാറ്റ് ബ്ലാക്കിൻ്റെയും ഗ്ലോസിയുടെയും ഒക്കെ പോലെ തന്നെയുള്ള സാധാരണ സിൽവർ കളറിൽ കിട്ടുന്ന ഒരു സ്റ്റിക്കറാണ്. ഇത് നമ്മൾ വെട്ടി ഒട്ടിക്കുന്നതനുസരിച്ചിരിക്കും എത്രത്തോളം നമ്മുടെ സക്സസ് റേറ്റ് എന്നുള്ളത്.
യെസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സൈഡിലെ സിൽവർ ബീഡിങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ വന്നത്. ഇത് ഞാൻ വിചാരിച്ചത്ര വലിയ വൃത്തികേടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിൽവർ ബീഡിങ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലൊക്കെ തന്നെയുണ്ട്. വളരെ അടുത്ത് വന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് ചിലർക്ക് ഒരു ഡൗട്ട് തോന്നാൻ സാധ്യത. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ അത് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഒറിജിനൽ സിൽവർ ബീഡിങ് തന്നെ വെച്ചിട്ട് ക്രോം സ്ട്രിപ്പ്, ആ സ്ട്രിപ്പിന് വെച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നുന്നത്. അപ്പം ഇങ്ങനെ സാധനം കിട്ടാൻ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വഴിയും കൂടെ ശ്രമിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ പനോരമിക് സൺറൂഫ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റിക്കർ കട്ടിങ് തന്നെയാണ് ചെയ്യുന്നത്. സ്റ്റിക്കർ കട്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും എന്തോത്തിനാണ് സ്റ്റിക്കർ കട്ടിങ് ചെയ്യുന്നത് ഇത്ര വലിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അതിലൊരു കാര്യമുണ്ട്. കാരണം സാധാരണഗതിയിൽ നമ്മൾ സൺറൂഫ് ഒട്ടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലോസി ബ്ലാക്ക് കളറാണ് ഒട്ടിക്കുന്നത്. മാറ്റ് ബ്ലാക്കിൻ്റെ ഗ്ലോസി എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, ആകെപ്പാടെ വളവളവളാന്നാണ് ഇരിക്കുന്നത്. ശരിക്കും ഒരു ഗ്ലാസിൻ്റെ ഒരു ഫീലിംഗ് ഇതിനകത്ത് കിട്ടത്തില്ല. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇതുണ്ടല്ലേ എല്ലാം വളഞ്ഞു തിരിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. പ്രോപ്പർ ഗ്ലാസിൻ്റെ കിട്ടത്തില്ല. അതിന് പകരം നമ്മളിപ്പോൾ ചെയ്യുന്നത് കൂളിംഗ് ഫിലിമാണ് ഒട്ടിക്കുന്നത്. കൂളിംഗ് ഫിലിം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഗ്ലാസ്സിൽ നമ്മൾ പണ്ടത്തെ ഗ്ലാസ്സുകളിലൊക്കെ ഒട്ടിച്ചുകൊണ്ടിരുന്ന സെയിം സാധനമാണ്. ഇതിൽ പക്ക ഗ്ലാസിൻ്റെ ഒരു എഫക്റ്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ വേറെ ഏത് സ്ഥലത്ത് ചെന്നാലും ഈ കൂളിംഗ് ഫിലിം നമ്മുടെ റൂഫിൽ ആരും ഒട്ടിച്ച് തരത്തില്ല. കാരണം അത് പറയുന്നത് നല്ല വെയിലടിക്കുമ്പോഴത്തേക്ക് പോകുന്നതാണ്. പക്ഷേ ഞാൻ കുറച്ച് നാൾ മുമ്പ്, അതായത് ഒരു 10 വർഷം മുമ്പായിട്ട് എൻ്റെ പഴയ വണ്ടിയിൽ ചെയ്തപ്പോൾ ഏകദേശം 10 വർഷത്തോളം അത് ഒരു കുഴപ്പമില്ലാതെ നിന്നു. പക്ക ഗ്ലാസിൻ്റെ എഫക്റ്റ് തന്നെയായിരുന്നു അതിന് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സാധനം നമ്മുടെ വണ്ടിയിൽ നിന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഭ്രാന്തുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ പുറയിൽ അങ്ങനെ ഒരു സെറ്റപ്പിൽ ചെയ്താൽ എത്ര നാളത് നിൽക്കും, അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭംഗി ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് വെറുതെ മാറ്റ് ബ്ലാക്ക് ഒട്ടിക്കുന്ന പോലെ സ്റ്റിക്കർ ഇട്ട് ഒട്ടിക്കുകയല്ല, പകരമായിട്ട് നേരെ അതിൻ്റെ മുകളിലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഗ്ലാസ്സിലൊക്കെ പണ്ടത്തെ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പോലെ തന്നെ സ്പ്രേ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് അത് ക്ലീൻ ചെയ്താണ് ഈ സാധനം ഒട്ടിക്കുന്നത്. ഇതാണ് സുനീഷ്, നമ്മുടെ ഇവിടുത്തെ സ്റ്റിക്കർ കട്ടിങ്ങിൻ്റെ മെയിൻ ടീമാണ്. ഇദ്ദേഹത്തിനെ നേരെ ബുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. കാരണം ഫുൾ ടൈം ഇവിടെ കാണത്തില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ എക്സ്പേർട്ടാണ് ഇദ്ദേഹം. മാത്രമേ ഈ പരിപാടിയൊക്കെ ചെയ്യത്തുള്ളൂ. സുനീഷ് ഒരു ഹായ് പറഞ്ഞേരെ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പക്ക അതിന് ശരിക്കും ഒരു ഗ്ലാസിൻ്റെ ഫിനിഷ് തന്നെയാണ് വരുന്നത്. ഉണ്ടോ, ശരിക്കും ഗ്ലാസ് എങ്ങനെയാണോ അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്ന മെറ്റീരിയലാണ് നമ്മുടെ കൂളിംഗ് ഫിലിം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ചെയ്യുന്നത് ഇത് മാറ്റ് ബ്ലാക്ക് മെറ്റീരിയലാണ്. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ചെറിയ ലൈൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സൺറൂഫിൻ്റെ ചുറ്റോടും ഒരു ലൈൻ പോലെ കൊടുക്കും. അതായത് അതിന് ബീഡിങ് കൊടുക്കാനായിട്ടാണ് ഈ ഒരു സാധനം ചെയ്യുന്നത്. ഇത് മാറ്റ് ബ്ലാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ പറയുന്ന തിളക്കമോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ഭയങ്കര ഒരു മാറ്റ് ഫിനിഷിൽ ഇരിക്കുന്ന സംഭവമായിരിക്കും. ഇതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സാധനം. കറക്റ്റ് അതിൻ്റെ സെയിം അളവ് തന്നെ പിടിച്ചിട്ട് അതേ ലെവലിൽ നമ്മൾ ചുറ്റിനും ഒരു ലൈനാക്കി കൊടുക്കും. എന്തായാലും ഈ വക പരിപാടികൾ നമ്മൾ ചെയ്യുമ്പോൾ ആരെങ്കിലും സ്റ്റിക്കർ കട്ടിങ് ചെയ്യുന്നവരെ വിളിച്ചിട്ട് കാര്യമില്ല. നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനാലിറ്റി കിട്ടത്തില്ല. ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു വലിയൊരു വ്യത്യാസമൊന്നും ഇല്ലാത്ത പോലെ ഒരു പനോരമിക് രീതിയിൽ തന്നെ നമ്മുടെ സൺറൂഫ് തോന്നിക്കുന്നുണ്ട്. ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് വരുന്നത്. കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്
നമുക്ക് പ്രോപ്പറായിട്ട് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി ഒരു സൺറൂഫ് ഉള്ളതുകൊണ്ട് അതിൻ്റെ പുറയിലോട്ട് ബാക്കിയും കൂടെ ഫിക്സ് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് കുറച്ച് കോംപ്ലിക്കേഷനും കാര്യങ്ങളും വരുന്നത്. നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒരു സൺറൂഫ് മാത്രമായിട്ട് സൺറൂഫ് ഇല്ലാത്തൊരു വണ്ടിയിൽ ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നല്ല പക്ക ലുക്കിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് മറ്റൊരു കാര്യമുള്ളത്, ഇത് കൂളിംഗ് ഫിലിമാണ് ഒട്ടിച്ചേക്കുന്നത്. നല്ലോണം ചൂടാകുമ്പോൾ ചിലപ്പോൾ ഇളകി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്തായാലും ഞാനിത് ഷൂട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇടത്തുള്ളൂ. വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് ഇതിന് എന്തെങ്കിലും സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കാരണം എത്രത്തോളം നിങ്ങൾ ഇത്രയും വർക്ക് ചെയ്തിട്ട് അത് സക്സസ് ആകും എന്നുള്ളത് പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്രയുമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു ഫിനിഷിംഗ് വർക്ക് ചെയ്യാനായിട്ട് ഈ ഭാഗത്ത് ഇത് കണ്ടോ ഒരു വൈറ്റ് ഷെയ്ഡ് കാണുന്നുണ്ട്. അപ്പോൾ ആ വൈറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് മറയ്ക്കാനായിട്ട് നമ്മളിവിടെ ഒരു ഗ്ലോസി ബ്ലാക്കിൻ്റെ ഒരു ലെയറും കൂടെ ഇതിനകത്തൂടെ കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ഫൈനലായിട്ട് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തി കിട്ടത്തുള്ളൂ. ഗ്ലോസി ബ്ലാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സാധനമാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഷമീർ ഭായി. വർഷങ്ങളായിട്ട് 10-15 വർഷമായിട്ട് നമ്മുടെ എല്ലാ പണികളും ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിലൊക്കെ ഷമീർ ഭായിയുടെ ഡീറ്റെയിലൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും കയറി നോക്കുക, എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ ചെയ്യുക. ഇത് ഗ്ലോസി ബ്ലാക്ക് നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്കിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. പ്രോപ്പർ ഒരു ഗ്ലാസിൻ്റെ ലുക്ക് വരുന്നില്ല, എന്നാൽ പോലും മാറ്റ് ബ്ലാക്കിൻ്റെ തന്നെ കുറച്ച് കട്ടിയുള്ള തിളക്കമുള്ള സംഭവമാണ് ഈ ഒരു ഗ്ലോസി ബ്ലാക്കിൽ വരുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിലെ ക്രോം സാധനങ്ങളൊക്കെ നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ചുറ്റും ശരിക്കും പറഞ്ഞാൽ മാറ്റ് ബ്ലാക്കിൻ്റെ ഒരു ലൈനും പിന്നെ താഴെ ഫ്രണ്ടിലായിട്ട് ഗ്ലോസിയുടെ ഒരു ലൈനും കൂടി ഇപ്പോൾ അവിടെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. ഇത് രണ്ടും ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മേളിൽ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന കൂളിംഗ് ഫിലിം, ആ കൂളിംഗ് ഫിലിമിൻ്റെ 4 വശത്തായിട്ടും ഒരു സപ്പോർട്ടായിട്ടാണ് വരുന്നത്. പെട്ടെന്ന് അവിടെ ഇളകിപ്പോകാതെ നല്ല കട്ടിയായിട്ട് അവിടെ നിന്നോളും. പിന്നെ മാത്രമല്ല എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ ചെറിയ ഡിഫക്റ്റീവ് ആയിട്ടുള്ളതും ഈ വന്ന് അടയ്ക്കുന്ന സമയത്ത് അത് ഇളകിപ്പോകാതെയൊക്കെ ഇരിക്കും. അങ്ങനെയുള്ള ഗുണങ്ങളാണ് നമ്മളിങ്ങനെയുള്ള ചുറ്റുമുള്ളൊരു ബോർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം. രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് അതിൻ്റെ ശരിക്കുള്ള ലുക്ക് വരണമെന്നുണ്ടെങ്കിൽ, അതായത് ശരിക്കും നമുക്ക് ഒരു ബോർഡർ വരുന്നുണ്ടല്ലോ, ആ ഒരു ബോർഡറിൻ്റെ സെയിം ലുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റിക്കറിനും കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സ്ട്രാ രണ്ടാമത് ഈ ഒരു ലൈനും കൂടെ നമ്മൾ ഇടുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ മെയിനായിട്ട് വണ്ടിക്ക് ഈ ഒരു മോഡിഫിക്കേഷനിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് നമ്മുടെ സൺറൂഫിൻ്റെ ആ ഒരു വ്യൂ വരുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടേക്കുക. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഋഷു അബ്രഹാം സൈനിങ് ഓഫ്. ഗുഡ് ബൈ.